സമയം രാത്രി 11:35 ഗൈസ്. ഞാൻ അമ്മയുടെ റൂമിലേക്ക് ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയത്. അപ്പോഴാണ് അവിടെ ഭയങ്കര ബഹളം. അതായത് കിഡബേബിയും അമ്പടവും തമ്മിൽ ഫോണിലുള്ള കടന്ന് ഭയങ്കര പ്രശ്നം. അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നമുക്ക് മനസ്സിലാവാൻ ചെയ്തില്ല. എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ പൊന്നൂസ നാർദനെ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇവമോൾ ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പടത്തിന് പോയാൽ പോലും കൂടി രാത്രി 1 മണിക്കും 2 മണിക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുന്ദരി കുട്ടി എന്നെ കാത്തിരിക്കാറുണ്ട്. പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാനങ്ങ് ഉറങ്ങി. രാവിലെ എണീറ്റ് അപ്പം തന്നെ ഇവമോള് പതിവ് പോലെ എൻ്റെ തോളിൽ കയറി ചാടി പിടിച്ചിരുന്നു. അച്ഛാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. കിഡബേബീനെ സ്കൂളിലൊക്കെ ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ. നേരെ കാറ് കയറിയിരുന്നു. പൊന്നൂസ് പറഞ്ഞു ഇവമോളെ ഇങ്ങ് വാന്ന് പറഞ്ഞപ്പോൾ അവൾ വരില്ല എന്ന് പറഞ്ഞിട്ട് കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലെത്തി. കിഡബേബി ഇവമോൾക്ക് ഒരു ഉമ്മ കൊടുത്തു. ഇവമോള് കിഡബേബിക്ക് ഒരു ഉമ്മ കൊടുത്ത് കിഡബേബി സ്കൂളിലാക്കി. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആ സംഗതി ഞാൻ കണ്ടത്. പൊന്നൂസ് പാല് വാങ്ങാൻ വേണ്ടി റോട്ടിൽ നിൽക്കുന്നു. ഇവമോളെ കിട്ടിയവിടെ തന്നെ കൊണ്ടുവന്ന് വീട്ടിലിറക്കി. ഞാൻ നേരെ ചായ കുടിച്ച് വെറുതെ ഇരുന്നു.